നമസ്തേ. 2006 ഗുജറാത്ത് വിവാഹ രജിസ്ട്രേഷൻ നിയമത്തിൽ സുപ്രധാന ഭേദഗതികൾ വരുത്താനുള്ള കരട് നിർദ്ദേശം ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘവി അടുത്തിടെ നിയമസഭയിൽ അവതരിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പെട്ടെന്നുള്ള നീക്കം? പേരും മതവും മറച്ചുവെച്ചുള്ള പ്രണയ തട്ടിപ്പുകൾക്കും ലവ് ജിഹാദിനും തടയിടുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. സലീം എന്നൊരാൾ സുരേഷ് എന്ന പേരിൽ വന്ന് പെൺകുട്ടികളെ വലയിലാക്കാൻ ശ്രമിച്ചാൽ അവരെ വെറുതെ വിടില്ല എന്ന ഉപമുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ നിയമത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നു. മാത്രമല്ല, പഞ്ചമഹൽ ജില്ലയിലെ ചില ഗ്രാമങ്ങളിൽ വ്യാജ നിക്കാഹ് സർട്ടിഫിക്കറ്റുകൾ വ്യാപകമായി നിർമ്മിക്കപ്പെടുന്നതും സർക്കാരിനെ ഈ കർശന തീരുമാനത്തിലേക്ക് നയിച്ചു. പുതിയ നിയമം വന്നാൽ എന്തൊക്കെ മാറും? മാതാപിതാക്കളുടെ അറിവ് നിർബന്ധം. വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം വധൂവരന്മാർ നൽകേണ്ടി വരും. രേഖകൾ കർശനമാക്കുന്നു. കേവലം വധൂവരന്മാരുടെ ID പ്രൂഫ് മാത്രം പോരാ. ഇനി മുതൽ അവരുടെ മാതാപിതാക്കളുടെ ആധാർ കാർഡും ഫോൺ നമ്പറും വിലാസവും ഉൾപ്പെടെ സമർപ്പിക്കണം. രജിസ്ട്രാറുടെ മെസ്സേജ് വരും. അപേക്ഷ നൽകി 10 ദിവസത്തിനകം സർക്കാർ ഉദ്യോഗസ്ഥൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇരുവിഭാഗത്തിന്റെ മാതാപിതാക്കളെ വാട്സപ്പ് വഴിയോ കത്തു മുഖേനയോ ഔദ്യോഗികമായി വിവരം അറിയിച്ചിരിക്കും. ഉടൻ കല്യാണം നടക്കില്ല. 30 ദിവസത്തെ കാത്തിരിപ്പ്. അപേക്ഷ നൽകിയാൽ ഉടനടി വിവാഹം രജിസ്റ്റർ ചെയ്ത് കിട്ടില്ല. 30 ദിവസത്തെ നിർബന്ധിത കാത്തിരിപ്പ് സമയമുണ്ട്. ഈ സമയത്ത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാം. എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ കുറഞ്ഞത് 40 ദിവസം എടുക്കും. പാട്ടിദാർ സമുദായം ഉൾപ്പെടെയുള്ള വിവിധ സമുദായ സംഘടനകൾ ഈ നീക്കത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളുടെ സമ്മതമില്ലാതെയുള്ള പ്രണയ വിവാഹങ്ങൾ നിയന്ത്രിക്കണമെന്നത് അവരുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. എന്നാൽ നിയമവിദഗ്ധർ ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തുണ്ട്. പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്കും സ്വകാര്യതയിലേക്കുമുള്ള കടന്നുകയറ്റമാണിതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു.